കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 2 മണ്ഡലങ്ങളിൽ മത്സരിച്ച രാഹുൽ ഗാന്ധിക്ക് അതിഗംഭീര വിജയമാണുണ്ടായത്. 2019 തിരഞ്ഞെടുപ്പിലും രാഹുൽ 2 മണ്ഡലങ്ങളിൽ മത്സരിച്ചിരുന്നു, അമേഠിയും വയനാടും. അമേഠിയിൽ ദയനീയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന രാഹുലിന് എന്നാൽ വയനാട്ടിൽ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ സാധിച്ചു. എന്നാൽ ഇത്തവണ റായ്ബറേലിയിലും വയനാടും മത്സരിച്ച് വിജയിച്ച രാഹുൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് രാജിവെക്കേണ്ടതായി വരും. ഏത് സീറ്റ് ഒഴിയണമെന്ന കാര്യത്തിൽ താൻ ധർമ്മസങ്കടത്തിലാണെന്നാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വയനാട് മണ്ഡലത്തിലെ ഇടവണ്ണയിൽ നൽകിയ സ്വീകരണത്തിലാണ് രാഹുൽ അഭിപ്രായം വ്യക്തമാക്കിയത്. രാഹുലിന്റെ വാക്കുകൾ ഇങ്ങനെ: MP ആയി റായ്ബറേലിയിൽ തുടരണോ വയനാട്ടിൽ തുടരണോ എന്നതിൽ ധർമ്മസങ്കടത്തിലാണ്. ഏതു മണ്ഡലം ഒഴിഞ്ഞാലും ഒപ്പമുണ്ടാകും. തന്റെ ദൈവം വയനാട്ടിലെ ജനങ്ങളാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. പ്രധാനമന്ത്രിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊടുക്കുന്നത് ദൈവമാണെന്ന് പറഞ്ഞു. എന്നാൽ താൻ അങ്ങനെയല്ല, വെറുമൊരു സാധാരണക്കാരനാണ്. പരമാത്മാവാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നാണ് മോദി പറയുന്നത്. വിചിത്രമായ പരമാത്മാവിനെ കുറിച്ചാണ് മോദി പറയുന്നത്. ഈ പരമാത്മാവ് എല്ലാ തീരുമാനങ്ങളും അദാനിക്കും അംബാനിക്കും വേണ്ടിയാണ് എടുപ്പിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടു. ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് തിരഞ്ഞെടുപ്പിൽ നടത്തിയത്. ഭരണഘടന ഇല്ലാതായാൽ പാരമ്പര്യം ഇല്ലാതാകും. ഭരണഘടനയെ തൊട്ടുകളിക്കരുതെന്ന് ജനം പ്രധാനമന്ത്രിയെ ഓർമ്മപ്പെടുത്തിയെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ധാർഷ്ട്യത്തെ വിനയം കൊണ്ട് വോട്ടർമാർ തോൽപ്പിച്ചു. രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളാണ് തന്റെ ദൈവം. വയനാട്ടിലെ ജനങ്ങളാണ് എന്റെ ദൈവം. അതുകൊണ്ട് തന്നെ എന്ത് തീരുമാനമെടുക്കണമെന്ന് വയനാട്ടിലെ ജനങ്ങളോട് ചോദിക്കുന്നു. എന്തു തീരുമാനമെടുത്താലും വയനാട്ടിലെയും റായ്ബറേലിയിലെയും ജനങ്ങൾക്ക് സന്തോഷം പകരുന്നതായിരിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ലോക്സഭയിലേക്ക് വമ്പിച്ച മാർജിനിൽ 2ാം തവണയും വിജയിച്ച ശേഷം ആദ്യമായിട്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തുന്നത്. LDFന്റെ ആനി രാജയെയാണ് രാഹുൽ പരാജയപ്പെടുത്തിയത്. സോണിയാഗാന്ധിയാണ് നേരത്തെ റായ്ബറേലിയെ പ്രതിനിധീകരിച്ചിരുന്നത്. ഗാന്ധി കുടുംബത്തിന്റെ പരമ്പരാഗത മണ്ഡലമാണ് റായ്ബറേലി. അതിനാൽ തന്നെ രാഹുൽ വയനാടിനെ ഉപേക്ഷിച്ച് റായ്ബറേലി നിലനിർത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. അത്തരത്തിൽ രാഹുൽ രാജിവെക്കുകയാണെങ്കിൽ പകരക്കാരായി കോൺഗ്രസിന്റെ ലിസ്റ്റിൽ ഇടം പിടിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയും മുരളീധരനുമാണ്.